പ്രിയമുള്ളവരെ, കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് വെഞ്ഞാറമൂട്ടിലെ ആ കൗമാരക്കാരൻ്റെ മാതാവാണ്. കാരണം വേറൊന്നുമല്ല, ഇത്രയേറെ പേരെ കൂട്ടക്കൊല ചെയ്ത ആ കൗമാരക്കാരൻ മാരകമായി മുറിവേൽപ്പിച്ച് ആ മാതാവിനെ ആശുപത്രിയിലാക്കിയ ആ കൗമാരക്കാരനെ കുറിച്ച് ഇന്ന് പോലീസിന് ആ മാതാവ് മൊഴി കൊടുത്തത്, എന്നെ ഉപദ്രവിച്ചത് എൻ്റെ മകനല്ല, എൻ്റെ മകൻ ഉപദ്രവിച്ചതല്ല, ഞാൻ കട്ടിലിൽ നിന്ന് താഴെ വീണ് എനിക്ക് പരിക്ക് പറ്റിയതാണ് എന്നാണ്. കൂടെയുള്ളവരെയൊക്കെ ആ കൗമാരക്കാരൻ കൊന്നുകളഞ്ഞ കാര്യം ആ മാതാവ് ഇതുവരെ അറിഞ്ഞിട്ടുണ്ടാകില്ല എന്നാണ് വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നിരുന്നാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആ കൗമാരക്കാരൻ അയാളുടെ വീട്ടിലുണ്ടാക്കിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ അയാൾ തന്നെ പോലീസിന് കൊടുത്ത മൊഴിയിൽ നിന്ന് നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. അതൊക്കെ തീർച്ചയായും ഈ മാതാവിന് ബോധ്യമുള്ളതുമായിരിക്കാം. എങ്കിൽ പോലും ഇത്തരമൊരവസ്ഥയിൽ ആ പുത്രനെ രക്ഷിക്കാൻ ആ മാതാവ് കാണിക്കുന്ന ശുഷ്കാന്തി അതൊരു മാതാവിൻ്റെ സ്നേഹമാണ്, വാത്സല്യമാണ്. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഈ വാർത്ത വന്നപ്പോൾ ആ വാർത്തയുടെയൊക്കെ താഴെ ഒരു ഗ്രീക്ക് കഥയുമായി ബന്ധപ്പെടുത്തി പലരും കമൻറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ കഴിയും. ആ കഥ ഇങ്ങനെയാണ്. ഗ്രീക്ക് പുരാണത്തിലെ ഒരു കഥയുണ്ട്, ഒരു പെരുങ്കിള്ളൻ്റെ കഥ. തീരെ ചെറുപ്രായത്തിൽ ചെറിയ ചെറിയ മോഷണങ്ങൾ നടത്തിയിരുന്ന ഒരാൾ. അയാളുടെ മാതാവ് അതിന് ശിക്ഷയൊന്നും നൽകാതെ, അതിനെ കുറ്റപ്പെടുത്താതെ, എപ്പോഴും അത് സാരമില്ല, എൻ്റെ മകനല്ലേ, ചെയ്തത് തെറ്റല്ല എന്ന രീതിയിൽ, അത് പ്രോത്സാഹനമായിട്ടല്ല അവർ ചെയ്തതെങ്കിലും അയാൾക്കതൊരു പ്രോത്സാഹനമായി മാറുകയും പിൽക്കാലത്ത് അയാളൊരു വലിയ കള്ളനായി, ഒരു പെരുങ്കള്ളനായി, ഒരു പെരും ക്രിമിനലായി മാറുകയും ആ രാജ്യത്തിന്, നാടിന് ഭീഷണിയായി മാറുകയും ചെയ്തു. ഒരിക്കൽ പിടിക്കപ്പെട്ട അയാൾ തൂക്കുമരത്തിൽ ശിക്ഷ കാത്തു കിടക്കുമ്പോൾ കഴുത്തിൽ കുരുക്ക് മുറുകുന്നതിന് തൊട്ടു മുമ്പ് അധികാരികൾ ചോദിച്ചു, നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം എന്താണ് എന്ന്. അയാൾ പറഞ്ഞത്, എനിക്ക് എൻ്റെ മാതാവിനെ ഒന്ന് കാണണം, ഒരു കാര്യം എൻ്റെ മാതാവിനോട് എനിക്ക് പറയാനുണ്ട് എന്നാണ്. അങ്ങനെ അയാളുടെ ആവശ്യം അംഗീകരിച്ച് ആ മാതാവിനെ അയാൾക്കടുത്തേക്ക് വിട്ടു. കഴുത്തിൽ കുരുക്ക് മുറുകിക്കിടന്ന അയാൾ ആ മാതാവിനെ അടുത്തേക്ക് വിളിച്ച് ചെവിയോട് ചുണ്ടു ചേർത്തു. കൂടി നിന്ന പുരുഷാരവും കുറച്ചകലെയുണ്ടായിരുന്ന അധികാരികളും ഒക്കെ കരുതിയത് അവരെന്തോ രഹസ്യം പറയുകയാണ് എന്നാണ്. പക്ഷെ പെട്ടെന്ന് ആ മാതാവിൻ്റെ ഉച്ചത്തിലുള്ള നിലവിളി മുഴങ്ങിയപ്പോഴാണ് എല്ലാവരും അവിടെ കൂടിയെത്തിയത്. ആ മാതാവിൻ്റെ മുഖത്ത് നിറയെ ചോര തെറിച്ചിരിക്കുന്നു. ആ മാതാവിൻ്റെ ചെവി അയാൾ കടിച്ചെടുത്തിരിക്കുകയാണ്. അധികാരികളുടെയും പുരുഷാരത്തിൻ്റെയും ചോദ്യത്തിന് മറുപടിയായി അയാൾ പറഞ്ഞത്, ഞാൻ നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. സ്വന്തം മാതാവിനെ ചൂണ്ടിക്കൊണ്ട് അയാൾ ആ പുരുഷാരത്തോടായി പറഞ്ഞു, ഈ സ്ത്രീയാണ്, ഇവരാണ് ഇന്നത്തെ നിലയിലേക്ക് എന്നെ എത്തിച്ചത് എന്ന്. നമുക്കിടയിലുമുണ്ട് ഈ ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന അമ്മമാർ. ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ഈ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ മാതാവിനെ പോലെ എത്രയോ പേർ.